നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പോലീസ് ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി. പോലീസിനെ ആക്രമിക്കൽ, കലാപത്തിന് നേതൃത്വം നൽകൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ എം.എൽ.എ, എം. വിൻസെന്റ് എം.എൽ.എ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരാണ് പ്രതിപട്ടികയിൽ യഥാക്രമം ആദ്യ 4 സ്ഥാനക്കാർ. ഇവരുൾപ്പെടെ 30 പേർക്കും കണ്ടാൽ അറിയാവുന്ന 300 പേർക്കുമെതിരെയാണ് കേസ്. അതേസമയം 7 വർഷത്തിന് താഴെ ശിക്ഷയുള്ള വകുപ്പുകളിൽ കേസുകളിൽ അറസ്റ്റ് നിർബന്ധമല്ലെന്ന് കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റ് ഉടൻ വേണ്ടെന്നാണ് രാഷ്ട്രീയ തീരുമാനവും. സതീഷിനെയും വിൻസെന്റിനെയും അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതിയും ആവശ്യമാണ്. നിയമവിരുദ്ധമായ കൂട്ടം ചേരൽ, കലാപശ്രമം, മാരകായുധങ്ങൾ ഉപയോഗിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പരിക്കേൽപ്പിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കന്റോൺമെന്റ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തന്നെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്നിരുന്നു. ഞാൻ പേടിച്ചുപോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്നായിരുന്നു വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനെ ഒന്നാം പ്രതിയാക്കി കന്റോൺമെന്റ് പോലീസ് കേസെടുത്തതിന് പിന്നാലെയായിരുന്നു പരിഹാസം. പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. ബുധനാഴ്ച സെക്രട്ടേറിയറ്റിനും DCC ഓഫീസിനും മുന്നിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. 2 ബസ്സുകളും പിങ്ക് പോലീസിന്റെ ഒരു കാറും തകർത്തവയിൽപ്പെടുന്നു. പൂജപ്പുര CI റോജ, കന്റോൺമെന്റ് SI ദിൽജിത്ത് തുടങ്ങി 8 പോലീസുകാർക്കാണ് എല്ലിനൊടിവ് ഉൾപ്പെടെ സാരമായി പരിക്കേറ്റത്. കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ അക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതിഷേധക്കാർ 3 പോലീസ് വാഹനങ്ങളുടെ ചില്ലടിച്ച് തകർത്തിരുന്നു. കന്റോൺമെന്റ് SI ഉൾപ്പെടെ 8 പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. അക്രമ സംഭവങ്ങളുടെ പേരിൽ 22 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം DCC ഓഫീസിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടയുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നു മാർച്ച് നയിച്ചത്. 4 മണിക്കൂർ നീണ്ട സംഘർഷം പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാർ അടങ്ങിയില്ല. കല്ലും വടികളും ചെരുപ്പും എറിഞ്ഞ് പ്രകോപിപ്പിച്ചു. 5 തവണ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. നോർത്ത് ഗേറ്റിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. മതിൽ കടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് പ്രതിരോധിച്ചപ്പോൾ വലിയ വടികളെടുത്ത് പോലീസിന് നേരെ അടിച്ചു. 2 പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് തല്ലിപ്പൊട്ടിച്ചു. പിന്നീട് ലാത്തി വീശിയതോടെ പ്രവർത്തകർ ചിതറിയോടുകയായിരുന്നു. കല്ലെറിഞ്ഞ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെ ബസ്സിൽ നിന്ന് അവരെ നേതാക്കൾ ഇടപെട്ട് വലിച്ചിറക്കി. വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറിയെന്ന് ആരോപിച്ച് മറുവശത്ത് വീണ്ടും സംഘർഷമുണ്ടാകുകയും ചെയ്തു. അക്രമത്തിനിടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. കന്റോൺമെന്റ് SI ദിൽജിത്തിനും കല്ലേറുകൊണ്ടു. 20 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് DCC ഓഫീസിലേക്ക് മടങ്ങിയ പ്രവർത്തകർക്ക് പിന്നാലെ പോലീസും നീങ്ങി. കസ്റ്റഡിയിലെടുത്ത 2 പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്ന് ബലമായി യൂത്ത് കോൺഗ്രസർ പിടിച്ചിറക്കുകയായിരുന്നു. പ്രകോപിതരായ പോലീസ് DCC ഓഫീസിലേക്ക് കയറി. ഈ സമയത്ത് ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പോലീസിനെ എതിർത്തു. എന്നിട്ടും അവർ പിന്മാറിയില്ല. ആരെയും കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് പിന്നീട് കോൺഗ്രസ് മാറ്റി. ഏറെ നേരം കാത്തുനിന്ന പോലീസിന് 2 പ്രവർത്തകരെ പകരം നൽകിയതോടെയാണ് സംഘം പിന്മാറിയത്. 12:30 പ്രസ് ക്ലബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ വി.ഡി. സതീശനും ഷാഫി പറമ്പിൽ എം.എൽ.എയും പങ്കുചേർന്നു. മാർച്ച് കടന്നുപോയ വഴികളിൽ നവകേരള സദസ്സിന്റെ ബോർഡുകളും പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. അതേസമയം മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നാണ് സതീശൻ കുറ്റപ്പെടുത്തിയത്. ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. വധശ്രമത്തിന് പോലീസ് കേസെടുത്ത അക്രമ സംഭവം മാതൃകാ പ്രവർത്തനമായിരുന്നെന്നും അതിനെയും തുടരണമെന്നും പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കലാപത്തിന് ആഹ്വാനം ചെയ്തതിൽ കേസിൽ പ്രതിയാകേണ്ടയാൾ പിണറായി വിജയനാണ്. ഇന്നലെ വരെ മുഖ്യമന്ത്രി അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. KSUകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ്. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. പോലീസ് നിഷ്പക്ഷമായി കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. ഒരു പുരുഷ SI ആണ് പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കീറിയത്. പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് പേടിപ്പിക്കാനൊന്നും മുഖ്യമന്ത്രി നോക്കണ്ട. ജയിലിൽ പോകാനും പേടിയില്ല. ഇല്ലാത്ത കേസിൽ കുട്ടികളെ ജയിലിലാക്കിയാൽ അവർക്കൊപ്പം പ്രതിപക്ഷ നേതാവും ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞിരുന്നു.